Good afternoon. Good afternoon, Miss. Good afternoon. Good afternoon, ma'am. ഫുഡ് കഴിച്ചോ എല്ലാവരും? കഴിച്ചു മിസ്സേ. മിസ് കഴിച്ചു. കഴിച്ചു. ഓക്കെ. ഇന്നലെ എടുത്ത ഭാഗങ്ങളൊക്കെ ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ ആണോ? എന്നാ ഞാൻ ചോദിക്കട്ടെ, പറയാവോ? ചോദിക്കട്ടെ, സർ നോ? ഈ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്ന് പറയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? വിസ്മയ, ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട്. അറിയുന്നില്ലേ? മിസ്സേ, ഞാൻ കഴിഞ്ഞ 2 ദിവസമായിട്ട് ക്ലാസ്സിൽ കയറിയിട്ടില്ല. അപ്പൊ ഞാൻ റെക്കോർഡ് ക്ലാസ് കേട്ട് വരുന്നേ ഉള്ളൂ. എനിക്ക് ആ ഭാഗം കൂടെ ഉണ്ട് ബാക്കി കംപ്ലീറ്റ് ആവാൻ. ഒരു സെക്കൻഡ് കേട്ടോ, ഒരു സെക്കൻഡ്. ഓക്കെ. നീതു സ്റ്റീഫൻ പറയാവോ ഒബ്സ്ട്രക്ഷൻ ഓഫ് റെസ്പിറേറ്ററി ട്രാക്ട് എന്താണെന്ന്? ഇന്നലെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ. മിസ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ പിന്നെ എനിക്ക് നെറ്റ് കിട്ടാത്തോണ്ട് ലെഫ്റ്റ് ആയി പോയായിരുന്നു. വേറെ ആരാ പറയുന്നേ? വേറെ ആരാ പറയുന്നേ? ആരും പറയാൻ റെഡിയല്ല. അതിന്റെ മുമ്പ് അടുത്താണെങ്കിൽ പറയാം മിസ്. ഏതാണ്? ന്യൂമോതൊറാക്സ് ഉണ്ട്. ന്യൂമോതൊറാക്സ് ഉണ്ട്, ഹീമോതൊറാക്സ് ഉണ്ട്, ഹൈപ്പോവോൾമിക് ഷോക്ക് ഉണ്ട്. ഇതൊക്കെ പറഞ്ഞു തന്നതാ. ആരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല. ആരെങ്കിലും ഒരാൾ പറയൂ.
നമ്മള് എപ്പോഴും ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ മതിയില്ലല്ലോ, ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കണ്ടേ, അറിയുമെന്നറിയണ്ടേ ക്ലാസ്. മിസ്, ബ്ലഡ് ലങ്സിലേക്ക് കയറുന്ന ഒരവസ്ഥയാണോ? ബ്ലഡ് ഹീമോതൊറാക്സ് അല്ലേ? ആ ആ ആ ഓക്കെ. ശരിയാണോ? ന്യൂമോതൊറാക്സോ? ന്യൂമോതൊറാക്സ് അബ്നോർമൽ ഓഫ് എയർ ഇൻ ലങ്സ് ഓർ ചെസ്റ്റ് പാർട്ട് abnormal ആണോ? collection of air in lungs or chest part. Okay, very good. ഈ സ്പ്രെയിൻ എന്താ? സ്പ്രെയിൻ എന്തായിരുന്നു? പിന്നെ മലയാളം ഉളുക്ക്. ഓക്കെ ഓക്കെ. ക്രിട്ടിക്കൽ പേഷ്യൻസിന് ഏത് തരം ടാഗ് ആണ് കൊടുക്കുന്നത്? ക്രിട്ടിക്കൽ പേഷ്യൻസിന് റെഡ്. ഓക്കെ. സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം എന്താ? സ്റ്റാർട്ട് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് അല്ലേ? റെസ്പിറേഷൻ നോക്കുന്നത് എങ്ങനെയാ? മിനിറ്റിൽ എത്ര തവണയായിരിക്കണം? എത്രയാണ് മിനിറ്റില്? ലെസ് ദാൻ 30 per minute. 30 minutes. ലെസ് ദാൻ 30 അല്ലേ? ഓക്കെ. പെർഫ്യൂഷൻ രണ്ട് രീതിയിലുണ്ട്. ഏതൊക്കെയാ പെർഫ്യൂഷൻ? റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട്, കാപ്പിലറി റീഫിൽ. എന്താണ് റേഡിയൽ പൾസ് പ്രസന്റ് ഓർ നോട്ട് എന്ന് പറയുന്നത്? കൈത്തണ്ടയിലെ പൾസ് നോക്കുന്നത്. കൈത്തണ്ടയിലെ പൾസ് നോക്കുന്നത്. കാപ്പിലറി റീഫിൽ എന്താ? കാപ്പിലറി റീഫിൽ ബ്ലാങ്ക് ടെസ്റ്റ് ഓൺ നെയിൽ ബെഡ് ടെസ്റ്റ്. നെയിൽ ബെഡ് അവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത്. എന്താണ് അഞ്ജലി? കമ്മിന്റെ അവിടെ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് റിമൂവ് ചെയ്യുമ്പോൾ അവിടെ റെഡ് കളറ് നെയിൽ റെഡ് ആവുന്ന. പ്രസ് ചെയ്യുമ്പോ എന്ത് കളറാണ് ഉണ്ടാവുന്നത്? വൈറ്റ് കളറ്. അത് റിമൂവ് ചെയ്യുമ്പോൾ റെഡ്. അങ്ങനെ ആവുന്നില്ലെങ്കിൽ എന്താണ് അർത്ഥം? പൾസ് കറക്റ്റ് അല്ല എന്നല്ലേ? അതെ അതെ. മിസ് ചോദിക്കുമെന്ന് അറിയില്ലായിരുന്നല്ലേ പഠിച്ചു വന്നേന്. ഇടയ്ക്ക് ചോദിക്കണ്ടേ? മുമ്പ് ചോദിക്കുമായിരുന്നു, പക്ഷെ ഇപ്പോ ചോദിക്കല് കുറവാണ്. പക്ഷെ ഇടയ്ക്കൊക്കെ ചോദിക്കണമല്ലോ. എപ്പോഴും ഇങ്ങനെ റേഡിയോ പോലെ മിണ്ടിക്കൊണ്ടിരുന്ന ശരിയാണ്. അതുകൊണ്ടാ ചോദിച്ചത്. ഇനി ഇടയ്ക്ക് ചോദിക്കും കേട്ടോ, അത് പ്രതീക്ഷിക്കാം. ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ന്യൂമോതൊറാക്സ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ. നെക്സ്റ്റ് സ്റ്റാർട്ട് എന്ന് പറയുന്ന, അതായത് സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ്, അതിന്റെ ഓരോ സ്റ്റെപ്പുകളാണ് പറയുന്നത് കേട്ടോ. നമ്മള് ഓൾറെഡി നമ്മൾ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് സോർട്ട് ചെയ്യുന്നത്, അതായത് ആംബുലേറ്ററി പേഷ്യൻസിനെയും നോൺ ആംബുലേറ്ററി പേഷ്യൻസിനെയും സോർട്ട് ചെയ്യുന്നത് പറഞ്ഞു. പിന്നെ റെസ്പിറേഷൻ നോക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ പെർഫ്യൂഷൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഇനി അതുപോലെ തന്നെ അടുത്തതാണ് ഓപ്പൺ ദ എയർവേ. ഓക്കെ, അതായത് എയർവേ കൊടുക്കുക എന്നുള്ളതാണ്. എയർവേ കൊടുക്കുക എന്നുള്ളത് എന്താണ് അർത്ഥമാക്കുന്നത്? എയർവേ എന്ന് പറഞ്ഞാല് അതായത് പേഷ്യൻസിനെ ആദ്യം കൊണ്ടുവരുമ്പോൾ നമ്മൾ അടിയന്തരമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്തായിരിക്കും അത്? വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ബ്രത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസ്, കാർഡിയാക് അറസ്റ്റ് വരുന്ന പേഷ്യൻസ്, അവർക്കൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണ് CPR കൊടുക്കുക എന്നുള്ളത് അല്ലെ? ഓക്കെ, CPR കൊടുക്കും. CPR കൊടുത്തു കഴിഞ്ഞതിന് ശേഷമാണ് പേഷ്യൻസിന് എയർവേ കൊടുക്കുക. എയർവേ എന്ന് പറഞ്ഞാല് രോഗിയെ പിറകിലേക്ക് കിടത്തും. അതായത് രോഗിയെ ഇപ്പൊ കിടക്കുന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് കംഫർട്ടബിൾ ആക്കി കിടക്കും. അതുപോലെ തന്നെ തല പിന്നിലേക്ക് ചിരിക്കും.
then അവരുടെ താടി മുന്നിലേക്കായിട്ട് ഉയർത്തും. ഓക്കെ, ഇതിനെയാണ് എയർവേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ CPR കൊടുത്തതിന് ശേഷം പേഷ്യന്റിനെ കംഫർട്ടബിൾ ആയിട്ട് കിടത്തുന്ന രീതിയാണത് എയർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ പേഷ്യന്റിന് കംഫർട്ടബിൾ ആയിട്ട് ബ്രത്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ രോഗിയെ സുഗമമായിട്ട് അല്ലെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ശ്വസിക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് എയർവേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് രോഗിയെ പിറകിലേക്ക് കിടത്തും, അതുപോലെ തല പിന്നിലേക്ക് ചെരിക്കും, ദെൻ അവരുടെ താടിയുണ്ട്, ചിന്നുണ്ട്, അത് മുകളിലേക്ക് ഉയർത്തും. ഇതുവഴി രോഗിക്ക് അല്ലെങ്കിൽ പേഷ്യന്റിന് വളരെ ഈസി ആയിട്ട് ശ്വസിക്കാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് എയർവേ. ഓക്കെ, അപ്പോ ആദ്യം CPR കൊടുക്കുന്നു, അതിനുശേഷമാണ് എന്ത് കൊടുക്കുന്നത്? എയർവേ കൊടുക്കുന്നത്. ഇനി CPR കൊടുത്തിട്ടും, അതായത് എയർവേ കൊടുക്കുന്നതിന് മുമ്പാണ് CPR കൊടുക്കുന്നതെന്ന് പറഞ്ഞല്ലേ, CPR കൊടുത്തിട്ടും പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താ? പേഷ്യന്റ് ഡെത്ത് ആയി എന്നാണ്. ഓക്കെ, മനസ്സിലാക്കുക. CPR കൊടുത്തിട്ടും പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം പേഷ്യന്റ് ഈസ് ഡെത്ത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഇവിടെ സൗണ്ട് എനിക്ക് ഓഫ് ആക്കാൻ പറ്റുന്നില്ല, മൈക്ക് മ്യൂട്ട് ആക്കാനായിട്ട് സാധിക്കുന്നില്ല. ഓക്കെ, അടുത്തത് രണ്ടാമത്തേതെന്ന് പറഞ്ഞാല് സ്റ്റോപ്പ് ദ ബ്ലീഡിംഗ് ആണ്. അതായത് അമിതമായിട്ടുള്ള രക്തസ്രാവം അല്ലെങ്കിൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ, അതായത് ഭയങ്കരമായിട്ടുള്ള ഇഞ്ചുറിയൊക്കെ പറ്റി കൊണ്ടുവരുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ മാരകമായിട്ടുള്ള പരിക്കുകളൊക്കെ പറ്റി കൊണ്ടുവരുന്ന ആളുകൾക്ക് പെട്ടെന്ന് തന്നെ, അതായത് ഭയങ്കരമായിട്ട് ബ്ലീഡിംഗ് ഉണ്ടാകും, അമിതമായിട്ട് രക്തം പോയിക്കൊണ്ടേയിരിക്കും. അപ്പോ അത് നിർത്തുന്നതിന് വേണ്ടിയിട്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തേത് കേട്ടോ. അപ്പൊ ആദ്യം CPR കൊടുക്കുന്നു, പിന്നീട് എയർവേ കൊടുക്കുന്നു, ദെൻ അവരുടെ ബ്ലീഡിംഗ് സ്റ്റോപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ദെൻ മൂന്നാമത്തേത് എന്ന് പറയുന്നത് എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. അതായത് ബ്ലഡ്, അതായത് നമുക്കറിയാം, അതായത് പേഷ്യന്റ് അബോധാവസ്ഥയിലാകുമ്പോൾ പേഷ്യന്റിന്റെ ബ്ലഡ് സർക്കുലേഷൻ, അതായത് ബ്രെയിനിലേക്കുള്ള, തലച്ചോറിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പേഷ്യന്റിന്റെ കാലുകൾ ഉയർത്തി വെക്കുന്നതിനെയാണ് എലവേറ്റഡ് ലെഗ്സ് ഫോർ ഷോക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരു 8 മുതൽ 12 ഇഞ്ച് വരെ മുകളിലേക്ക്, അതായത് നമ്മുടെ വയറിന്റെ ഭാഗം ഉണ്ടല്ലോ, അബ്ഡോമൻ, ആ ഭാഗത്തിലേക്ക് രണ്ട് കാലുകളും, അതായത് നമ്മുടെ മുട്ടിന്റെ അവിടെ വെച്ചിട്ട്, കാൽമുട്ടുണ്ടല്ലോ അവിടെ പിടിച്ചിട്ട് ഉയർത്തി വെക്കും. ഓക്കെ, ഇതെന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട്. അതായത് പ്രഷർ ലോ ആവാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് വരുമ്പോൾ. അപ്പോ അത് ഈ ഒരു പ്രഷർ ലോ ആവാതിരിക്കാനും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷൻ ബ്രെയിനിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ട് കാലുകൾ കൂട്ടിച്ചേർത്ത് രോഗിയുടെ വയറിന് മുകളിലായിട്ട്, അതായത് കാലുകൾ രണ്ടും മേൽക്കൊണ്ടൊന്ന് പൊക്കി വയ്ക്കും. ദാറ്റ് ഈസ് എലവേറ്റ് ദ ലെഗ്സ് ഫോർ ഷോക്ക്. 3 കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് അടിയന്തരമായി ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഇനി താഴെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. കണ്ടോ? ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റീഡ് ചെയ്തേ, മൈൻഡിൽ ഒന്ന് റീഡ് ചെയ്യാമോ? ഒന്ന് മനസ്സിലാക്കി വെക്ക എന്താണെന്നുള്ളത്. എളുപ്പമാണ്, ഈസിയാണ് കേട്ടോ. ഓക്കെ, നമുക്ക് നോക്കാം അല്ലെ. അതായത്
ട്രയലേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത്, അതായത് പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത്, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനെ കൊണ്ടുവരുന്ന സമയത്ത് നടത്തുന്ന ഒരു പ്രോസസ് ആണ് ഈ കാണിക്കുന്ന ഒരു ചാർട്ട് കേട്ടോ. അതിനകത്ത് ആദ്യം രോഗിയെ കൊണ്ടുവരുവാണ്. ഓക്കെ, കൊണ്ടുവരുമ്പോൾ പേഷ്യന്റ് ബ്രത്തിങ്, പേഷ്യന്റ് ഈസ് ബ്രത്തിങ്, അതായത് പേഷ്യന്റ് ശ്വസിക്കുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അതായത് ശ്വസിക്കുന്നതിന് പല മാർഗങ്ങൾ ഉണ്ടല്ലോ നോക്കാനായിട്ട്. ക്യാപില്ലറി റീഫിൽ ഉണ്ട്, അത് റേഡിയൽ പൾസ് ഉണ്ട്, പിന്നെ റെസ്പിറേഷൻ നോക്കാറുണ്ട്. അങ്ങനെ ബ്രത്ത് ചെയ്യുന്നുണ്ടോ എന്ന് എന്ത് നോക്കും? ആദ്യം തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഇനി പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ്? ഓപ്പൺ പേഷ്യൻസ് എയർവേ ഈസ് പേഷ്യന്റ് ബ്രീത്തിങ്. അതായത് പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നില്ലെങ്കിൽ എയർവേ കൊടുക്കാനായിട്ട് ആരംഭിക്കും. എയർവേ കൊടുത്തിട്ടും പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. ഓക്കെ, അപ്പൊ ആദ്യം കൊണ്ടുവരുമ്പോൾ പേഷ്യന്റിന് പ്രോപ്പർ ആയിട്ട് ബ്രത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എയർവേ കൊടുക്കുന്നു. ഇനി എയർവേ കൊടുത്തിട്ടും ബ്രീത്ത് ചെയ്യുന്നില്ല എങ്കിൽ എന്താണ് അതിന് മീൻ ചെയ്യുന്നത്? പേഷ്യന്റ് ഡൈ ആയി, അല്ലെങ്കിൽ ഡെഡ് ആയി, മരിച്ചു. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം ചെയ്തിട്ടും പേഷ്യന്റ് ശ്വസിക്കുന്നില്ല എങ്കിൽ അതിനർത്ഥം പേഷ്യന്റ് മരിച്ചു എന്നാണ്. ഇനി അടുത്തത് കാണിക്കുന്നുണ്ട്, യെസ് എന്ന് കാണിക്കുന്നുണ്ട്. കാണാൻ പറ്റുന്നത്, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങള്? അടുത്തത് നോക്കിയത് നിങ്ങള്, പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്നാണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് ആരംഭിക്കും. ആ രോഗി എത്രയും പെട്ടെന്ന് ക്രിട്ടിക്കൽ കെയർ ഏരിയയിലേക്ക് കൊണ്ടുപോകും. അവിടെ വെച്ച് ആ രോഗിക്ക് വേണ്ടിയിട്ടുള്ള പരിചരണങ്ങൾ നൽകും. ഓക്കെ, ഇനി അടുത്തത് നോക്കിയത് നിങ്ങള്, ഞാനിപ്പോ ആദ്യം പറഞ്ഞ കാര്യം പേഷ്യന്റ് ബ്രത്ത് ചെയ്യുന്നില്ല എങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തേത്, അതിന്റെ റൈറ്റ് സൈഡിലായിട്ട് യെസ് എന്ന് പറയുന്ന ഒരു കോളം കൊടുത്തിട്ടുണ്ട്. പേഷ്യന്റ് വരുമ്പോൾ നോർമൽ ആയിട്ട് ബ്രത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പരിശോധിക്കുക? ആ ബ്രത്തിങ് റേറ്റ് എത്രയാണെന്ന് നോക്കും. അതായത് ലെസ് ദാൻ 30 ആണോ എന്ന് നോക്കും. അതുപോലെ തന്നെ മോർ ദാൻ 30 ആണോ എന്ന് നോക്കും. 30 മുകളിലാണെങ്കിൽ 30 താഴെയാണെങ്കിൽ രണ്ട് കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. അതിനകത്ത് എബവ് 30 നോക്കിയ നമ്മള്, എബവ് 30 ആണെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കാനായിട്ട് രോഗിയെ കൊണ്ടുപോകും. ഓക്കെ, ഇനി ബിലോ 30 ആണെങ്കിൽ എന്ത് നോക്കും? ഉടനെ തന്നെ റേഡിയൽ പൾസ് പ്രസന്റ് ആണോ നോക്കും. നമ്മൾ പറഞ്ഞു വന്ന കാര്യം തന്നെ കേട്ടോ, റേഡിയൽ പൾസ് പ്രസന്റ് ആണെന്ന് നോക്കും. റേഡിയൽ പൾസ് പ്രസന്റ് ആണെങ്കിൽ താഴെ നോക്കൂ, യെസ് കൊടുത്തിട്ടുണ്ട്. Assess mental status, can patient follow commands? അതായത് അദ്ദേഹത്തിന്റെ റേഡിയൽ പൾസ് നോർമൽ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മെന്റൽ സ്റ്റാറ്റസ് നോക്കും. അതുപോലെ തന്നെ പേഷ്യന്റ് ഡോക്ടറുടെ കമാൻഡ് ഒക്കെ കേൾക്കുന്നുണ്ടോ, ഇൻസ്ട്രക്ഷൻ ഒക്കെ കേൾക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ഇനി മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. മെന്റൽ സ്റ്റാറ്റസ് ഓക്കെ ആണെങ്കിൽ ഡിലേഡ് കെയർ, അതായത് വൈകിയുള്ള ചികിത്സയായിരിക്കും കൊടുക്കുന്നത്. കാരണം അടിയന്തര പരിചരണം ആവശ്യം അവിടെ വരുന്നില്ല. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ നിങ്ങൾ, അതിന്റെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് റേഡിയൽ പൾസ് പ്രസന്റ് നോ എന്നാണെങ്കിൽ, അതായത് റേഡിയൽ പൾസ് അല്ല, പ്രോപ്പർ ആയിട്ടല്ല, നോ ആണെന്നെങ്കിൽ കൺട്രോൾ ബ്ലീഡിങ് ചിലപ്പോൾ കൂടുതലായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും. ആ വ്യക്തിക്ക് ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള മാർഗങ്ങൾ നോക്കും. പിന്നെ ഇമ്മീഡിയറ്റ് കെയർ കൊടുക്കും. ഓക്കെ, അപ്പൊ ഇത്രയുമാണ് ഡിസാസ്റ്റർ സമയത്ത് അല്ലെങ്കിൽ അടിയന്തരമായിട്ട് രോഗികളെ കൊണ്ടുവരുന്ന സമയത്ത് ഈ ഒരു രീതിയിലാണ് ട്രയലേജ് പ്രോസസ് നടത്തുന്നത്. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത് കേട്ടോ പേഷ്യൻസിനെ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഡിസാസ്റ്റർ റെസ്പോൺസ് കോഡ്സ് ആണ്. അതായത് ഡിസാസ്റ്റർ സമയത്ത് നമ്മൾ ചില കോഡുകൾ, ഹോസ്പിറ്റലുകളിൽ ചില കോഡുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലെ? നിങ്ങൾ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയിൽ ഞാൻ തന്നെ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? കോഡ് ബ്ലൂ എന്തിനു വേണ്ടിയിട്ടാ ഉപയോഗിക്കുന്നത്? കോഡ് ബ്ലൂ അലേർട്ട് ചെയ്യുന്നത് എന്തിനാ? കാർഡിയാക് അറസ്റ്റ് ആണ്. കാർഡിയാക് അറസ്റ്റ് അല്ലെ? കാർഡിയാക് അറസ്റ്റ് വരുമ്പോഴാണ് അല്ലെ? ഓക്കെ, അപ്പോ ആ കോഡ് ബ്ലൂ മാത്രമല്ല പലതരത്തിലുള്ള കോഡുകളും ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോഡുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തേത് എന്ന് പറയുന്നത് കോഡ് റെഡ് ആണ്. റെഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിൽ വിചാരിക്കുക അത് ഫയർ ആണ്. ഓക്കെ, അഗ്നിബാധ അല്ലെങ്കിൽ തീപിടുത്തം.
അങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് കോഡ് റെഡ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണെന്ന് നോക്കാം. അതിനകത്ത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത് അങ്ങനെ 4 കോളംസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. 4 ടേബിൾ ഉണ്ട്, കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ അതിനകത്ത് ആദ്യത്തെ കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്താണ് നമുക്ക് നോക്കാം. കോഡ് റെഡ്, fire, smoke or the odor of the something burning initiate code red team alert as per fire manual info 5000. അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യങ്ങളില്, അതുപോലെ അമിതമായിട്ട് പുക സ്മോക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളില്, അതുപോലെ തന്നെ എന്തെങ്കിലും കത്തുന്ന ഗന്ധം ഉണ്ടാകുന്ന സിറ്റുവേഷൻസിലൊക്കെ കോഡ് റെഡ് ഹോസ്പിറ്റലുകളിൽ അലർട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ ഫയർ, സ്മോക്ക്, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു ഔട്ട്ഡോർ എന്ന് പറഞ്ഞാൽ കത്തുന്ന ഗന്ധം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് ഹോസ്പിറ്റലുകളിൽ കോഡ് റെഡ് അലേർട്ട് ചെയ്യുന്നത്. അവിടെയുള്ള, അതായത് ഫയർ മാനുവൽ അനുസരിച്ച് 5000 പേരെയെങ്കിലും, അതായത് അവിടെയുള്ള ആളുകളെ പരമാവധി ഈ ഒരു ഇൻഫോർമേഷൻ അവർക്ക് എത്തിക്കണം. അതായത് തീപിടുത്തം ഉണ്ടായി എന്നുള്ള ഒരു ഇൻഫോർമേഷൻ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോഡ് റെഡ് യൂസ് ചെയ്യുന്നത്. മനസ്സിലായോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി രണ്ടാമത്തെ ടേബിൾ നമുക്ക് നോക്കാം. നോട്ടിഫൈ ദ ടെലിഫോൺ ഓപ്പറേറ്റർ, ഫോളോ ദ റേസ് പ്രോട്ടോകോൾ, ആർ റെസ്ക്യൂ, റിമൂവ് everyone from immediate danger. A, activate a fire alarm. C, confine smoke and fire and close all doors. E, extinguish the fire if possible. Note, alert others by shouting code red. Okay, അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തില് ഈ ഒരു കോഡ് റെഡ് അനൗൺസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉടൻ തന്നെ ടെലിഫോൺ ഓപ്പറേറ്ററെ വിവരം അറിയിക്കുക. മാത്രമല്ല റേസ് എന്ന് പറയുന്ന പ്രോട്ടോകോള് സ്റ്റാർട്ട് ചെയ്യുക. റേസ് എന്ന് പറയുന്നത് RACE അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതൊരു പ്രോട്ടോകോൾ ആണ്. തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പുക ഉണ്ടാകുന്ന സാഹചര്യത്തിലൊക്കെ ഈ ഒരു പ്രോട്ടോകോൾ അനുസരിച്ചിട്ടാണ് കോഡ് റെഡ് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ് റേസ് എന്ന് പറയുന്നത്. അതില് റേസില് R for റെസ്ക്യൂ, റിമൂവ് ആണ്. അതായത് അവിടെയുള്ള എല്ലാ ആളുകളും, അതായത് തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഏരിയയിലുള്ള എല്ലാ ആളുകളെയും ഉടനെ തന്നെ മാറ്റുക. അല്ലെങ്കിൽ അവിടെയുള്ള ആ ഏരിയയിലുള്ള എവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അവിടെ ആളുകൾ ഉണ്ടാകുമ്പോൾ ആളുകളെ ഉടനെ തന്നെ അവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അതിനെയാണ് റെസ്ക്യൂ അല്ലെങ്കിൽ റിമൂവ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് A ആണ്. A ഫോർ ആക്ടിവേറ്റ് ഫയർ അലാം. ഒരു ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, ഈ ഭയങ്കരമായിട്ട് തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തില് ഒരു ഒച്ച കേൾക്കാറുണ്ട്, അല്ലെ ഒരു സൗണ്ട് വരാറുണ്ട് അലാമിന്റെ, ഭയങ്കരമായിട്ട് ഡേഞ്ചർ ആണെന്നുള്ള കേട്ടിട്ടുണ്ടാവുമല്ലോ. സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, ടിവിയിലൊക്കെ ഫയർ അലാം ഭയങ്കരമായിട്ടുള്ള ശബ്ദം ഉണ്ടാകും. ഓക്കെ, അപ്പോ രണ്ടാമത്തേത് എന്ന് പറഞ്ഞാല് ഒരു ഫയർ അലാം ആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ അവിടെയുള്ള ജനലുകളും വാതിലുകളും ഒക്കെ ക്ലോസ് ചെയ്യുക. അതായത് ആ ഏരിയയിലുള്ള എവിടെയാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അവിടെയുള്ള വാതിലുകളും ജനലുകളും ഒക്കെ ഉടനെ തന്നെ ക്ലോസ് ചെയ്യുക. Then E for extinguish the fire if possible. Extinguish the fire if possible എന്ന് പറഞ്ഞാൽ എന്താണ്? പറ്റുമെങ്കിൽ തീ അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സ്റ്റാഫ് ആണെങ്കിൽ പറ്റുമെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആ തീ അടയ്ക്കാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്, അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ടിംഗ് കോഡ് റെഡ്. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് മറ്റുള്ളവർ, അതായത് തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ചിലപ്പോ നമ്മൾ ഒരു പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലവർക്ക് അതിനെക്കുറിച്ച് ബോധം ഉണ്ടാവണമെന്നില്ല, ചില ആളുകൾ മാറില്ല. ഓക്കെ, അപ്പോ അങ്ങനെ മാറാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ ഷൗട്ട് ചെയ്ത്, ഭയങ്കരമായ ഒച്ചയിട്ട് ഷൗട്ട് ചെയ്ത് അവിടെയുള്ള ആളുകളെ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കുക. ഓക്കെ, അതാണ് ചെയ്യേണ്ടത് കേട്ടോ. അലേർട്ട് അതേഴ്സ് ബൈ ഷൗട്ട്. മാക്സിമം നമ്മുടെ സൗണ്ട് എടുത്തിട്ട്
എന്ത് ചെയ്യുക, കോഡ് റെഡ് ആണ്, തീപിടുത്തമാണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഷൗട്ട് ചെയ്ത് ആളുകളെ അവിടെ നിന്ന് മാറ്റുക. ഓക്കെ, അതാണ് സെക്കൻഡ് കോളം പറയുന്നത്. ഓക്കെ അല്ലേ? നമുക്ക് തേർഡ് കോളം നോക്കാം. In other areas or area away from the alarm location, close all doors and windows even if you are not located in the alarm area. Watch for signs of fire and smoke. Do not use elevators. Report to the assigned work area and wait for instructions. എന്താണ്, അതായത് തീപിടുത്തത്തിൻ്റെതായിട്ടുള്ള, അതായത് തീപിടുത്തം ഉണ്ടായിട്ടുള്ള ഏരിയയിൽ നിന്ന് മാറി മറ്റ് ഏരിയകളിൽ, ഫയർ സ്പ്രെഡ് ആയിട്ടുള്ള ഏരിയ അല്ല, മറ്റ് ഏരിയകൾ ഉണ്ടാവും. അപ്പൊ ഒരു കെട്ടിടത്തിലെ എല്ലാ ഏരിയയിലും ചിലപ്പോ ഈ ഒരു ഫയർ സ്പ്രെഡ് ആയിട്ടുണ്ടാവില്ല. ഒരു നിശ്ചിതമായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏരിയയിൽ മാത്രമായിരിക്കും ഫയർ സ്പ്രെഡ് ആയിരിക്കുന്നത്. അപ്പോ അങ്ങനെ കണ്ടു കഴിഞ്ഞാല് തീപിടുത്തം ഇല്ലാത്ത മറ്റ് ഏരിയകൾ ഉണ്ടല്ലോ, അവിടെ പെട്ടെന്ന് ജാഗ്രതാ നിർദ്ദേശം കൊടുക്കുക. അവിടെയുള്ള ജനലുകളും വാതിലുകളും ഒക്കെ ക്ലോസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള, സേഫ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ് നിൽക്കുന്നതെങ്കിൽ ഒന്ന് വാച്ച് ചെയ്യുക. എങ്ങനെയാണ് ആ ഫയറിന്റെ അവിടെ, എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും എന്ത് ചെയ്യുക, വാച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത്, അതായത് ഫയർ സ്പ്രെഡ് ആകുന്ന സമയത്ത് നമ്മൾ എലവേറ്റേഴ്സ് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. Do not use elevators. അതുപോലെ തന്നെ report to the assigned work area and wait for instructions. അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഏരിയയിൽ തന്നെ നിൽക്കും. ഇപ്പൊ നിങ്ങൾ അവിടുത്തെ ജോലിക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ ഏരിയ തന്നിരിക്കുന്നത് അവിടെ തന്നെ നിൽക്കുക, ഇൻസ്ട്രക്ഷൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് തേർഡ് കോളം. ഓക്കെ ആണോ? അടുത്തത് പറയാലോ. ഓക്കെ, പിന്നെ നാലാമത്തെ കോളത്തിൽ പറയുന്നത് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്നാണ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ, കണ്ടിട്ടില്ലേ? അത് എല്ലാ സ്ഥാപനങ്ങളിലൊക്കെ ഉണ്ടാവും, കണ്ടിട്ടുണ്ട് അല്ലെ, റെഡ് കളറിലെ. ഓക്കെ, when using extinguisher to put out the fire, remember pass. P, pull the pin എന്നാണ് കേട്ടോ. ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റിൽ പിൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പിന്നാണ് അല്ലെ. ഓക്കെ, pull the pin. A, aim the nozzle. S, squeeze the handle. S, sweep in a side to side motion. അതായത് നമ്മള് എങ്ങനെയാണ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിക്കേണ്ടത്, അത് ഒരു പാസ് പ്രോട്ടോകോൾ ആണ് അതിനുള്ളത് കേട്ടോ. അത് ഉപയോഗിക്കേണ്ട രീതിയെ പറയുന്ന പേരാണ് പാസ് എന്ന് പറയുന്നത് കേട്ടോ. അത് ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്. ഓക്കെ, അപ്പൊ P for pull the pin എന്നാണ്. അതായത് അതായത് നമുക്കറിയാം എക്സ്റ്റിങ്ക്യൂഷർ ഒരു ബോളിലായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ, മതിലിനോട് ചേർത്തായിരിക്കില്ലേ, മതിലല്ല ഒരു ബോളിൽ, അതായത് ചുവരിനോട് ചേർന്നിട്ടായിരിക്കും ഫിറ്റ് ചെയ്യുന്നത് അല്ലെ, കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, അത് അവിടെ നിന്ന് എടുക്കുക, പുറത്തേക്ക് വലിക്കുക. ദാറ്റ് ഈസ് pull the pin. ഓക്കെ, അത് അവിടെ നിന്ന് എടുക്കുക, pull the pin. Then aim the nozzle. അതുപോലെ തന്നെ എങ്ങോട്ടാണ് നമ്മളത് എന്താ പറയാ, എവിടേക്കാണ് നമ്മളത് ഉപയോഗിക്കുന്നത് അതിനെ ലക്ഷ്യം വെക്കുക. ഓക്കെ, that is aim the nozzle. Then S, use the handle. പിന്നീട് ഹാൻഡിൽ അമർത്തുക. ഓക്കെ, അതിന്റെ ഹാൻഡിൽ ഉണ്ട്, അത് പ്രസ് ചെയ്യുക. Then S for sweep in a side to side motion. തീയുടെ എവിടെയാണോ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത് അവിടെ ഈ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ വെച്ചിട്ട് സ്പ്രെഡ് ചെയ്യുക. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് കോഡ് റെഡ് കേട്ടോ. ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് കോഡ് പിങ്ക് ആണ്. കോഡ് പിങ്ക് എന്തായിരിക്കും? ഞാൻ എഴുതി തന്നിട്ടുണ്ടായിരുന്നോ ആക്സിഡന്റ് ആൻഡ് എമർജൻസിയില് കോഡ് പിങ്കിനെ കുറിച്ച് എഴുതി തന്നിട്ടുണ്ടായിരുന്നോ? ഇല്ല അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്താണ്. Code of pink is activated when an infant child is confirmed missing from the NICU, labor room, ward from the pediatrics group. അതായത് നവജാത ശിശുക്കള്, കുട്ടികള് പറഞ്ഞു
നവജാതത്തിൽ ചെറിയ കുഞ്ഞുങ്ങള് അതുപോലെ കുട്ടികള് ഇവരൊക്കെ മിസ്സാകും, ഹോസ്പിറ്റലിൽ നിന്ന് മിസ്സാകാറുണ്ട്. അങ്ങനെ മിസ്സാകുന്ന പറഞ്ഞല്ലോ എന്നാണോ? എന്താണ് ഫാത്തിമ പറയുന്നേ? മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണോ? ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കൂ കേട്ടോ. ഓക്കെ ഓക്കെ. അതായത് ചെറിയ കുഞ്ഞുങ്ങള്, അതായത് ന്യൂ ബോൺ ബേബീസ്, അതുപോലെ തന്നെ കുട്ടികള് ഇവരൊക്കെ മിസ് ചെയ്യാറുണ്ട്. ഇപ്പൊ ന്യൂ ബോൺ ബേബീസ് ഒക്കെ ആണെങ്കിൽ NICUയിൽ നിന്നോ, അതായത് നിയോനേറ്റൽ ഇന്റൻസീവ് കെയർ യൂണിറ്റ് NICUയിൽ നിന്നോ, ലേബർ റൂമിൽ നിന്നോ, അല്ലെങ്കിൽ വാർഡുകളിൽ നിന്നോ, അല്ലെങ്കിൽ പീഡിയാട്രിക്സ് വാർഡിൽ നിന്നൊക്കെ എന്ത് ചെയ്യാറുണ്ട്? കുഞ്ഞുങ്ങൾ മിസ്സായി പോകാറുണ്ട്. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരാറുണ്ട്. കേട്ടിട്ടില്ലേ നിങ്ങൾ? ആശുപത്രിയിൽ നിന്ന് കുഞ്ഞിനെ കാണാതായി, കേട്ടിട്ടുണ്ടോ? ആശുപത്രിയിൽ വെച്ച് കുഞ്ഞ് മിസ്സിംഗ് ആണ്, വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ആ സമയത്ത് യൂസ് ചെയ്യുന്ന കോഡാണ് കോഡ് 5. ഓക്കെ, അപ്പൊ കുട്ടികളുമായി ബന്ധപ്പെട്ട പീഡിയാട്രിക്സ് അല്ലെങ്കിൽ ഇൻഫൻസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് എന്ത്? കോഡ് 5. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. അപ്പോൾ ലേണിംഗ് ഓഫ് ആൻ ഇൻഫന്റ് ഓർ ചൈൽഡ് മിസ്സിംഗ്, നോട്ടിഫൈ ദ സെക്യൂരിറ്റി സൂപ്പർവൈസർ 1745, immediately secure the immediate area if possible, allow no one to enter or exit until the arrival of security staff, check stairways, lounges, waiting room and the restroom. Okay, അതായത് കുഞ്ഞ് മിസ്സായെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാല്, ഹോസ്പിറ്റലിന്റെ ആ ഒരു വിഭാഗം അറിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഇപ്പോ ഹോസ്പിറ്റലിലെ ഏതെങ്കിലും സ്റ്റാഫുകളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാല് എത്രയും പെട്ടെന്ന് സെക്യൂരിറ്റി സൂപ്പർവൈസർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. ഓക്കെ, സെക്യൂരിറ്റി സൂപ്പർവൈസർക്ക് ഒരു നമ്പറാണ് 1745 എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഉടനെ തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് അറിയിക്കണം. ഇപ്പൊ ഒരു കുഞ്ഞ് ലേബർ റൂമിൽ നിന്ന് മിസ്സാണ്. ഓക്കെ, then അടുത്തത് secure the immediate area if possible, allow no one to enter or exit until the arrival of security staff. കുഞ്ഞ് എവിടെ നിന്നാണോ കുഞ്ഞിനെ മിസ്സായിട്ടുള്ളത് ആ ഏരിയ സെക്യൂർ ചെയ്യണം. ഓക്കെ, സുരക്ഷിതമാക്കണം. സെക്യൂരിറ്റി സ്റ്റാഫ് വരുന്നത് വരെ, അതായത് കുഞ്ഞ് മിസ്സായിട്ടുള്ള ആ സ്ഥലത്ത് ആരെയും പ്രവേശിപ്പിക്കാനോ ആ സ്ഥലത്ത് നിന്ന് ആളുകൾക്ക് പുറത്തു പോകാനുള്ള വഴി കൊടുക്കരുത്. അതായത് ഒരാളുകൾ ആ മിസ്സായിട്ടുള്ള, ഇപ്പൊ ലേബർ റൂമിൽ നിന്നാണ് കുഞ്ഞ് മിസ്സായിട്ടുള്ളത്, അല്ലെങ്കിൽ NICUയിൽ നിന്നാണ് കുഞ്ഞ് മിസ്സായിട്ടുള്ളതെങ്കിൽ ഒരാളെയും ആ ഒരു സമയത്തേക്ക് അകത്തേക്ക് പ്രവേശിപ്പിക്കാനോ അകത്തു നിന്ന് പുറത്തേക്ക് കടക്കാനോ പാടുള്ളതല്ല. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുഞ്ഞ് മിസ്സായിട്ടുള്ള സ്ഥലത്തിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റെയറുകള്, പിന്നെ ലോഞ്ചസ് എന്ന് പറഞ്ഞാല് വിശ്രമ മുറിയാണ് കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ വെയിറ്റിംഗ് റൂം, റെസ്റ്റ് റൂം, അതായത് കുഞ്ഞ് എവിടെ നിന്നാണോ മിസ്സായിട്ടുള്ളത് അതിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഏരിയകളിലും പരിശോധന നടത്തണം. ഓക്കെ, കുഞ്ഞിനെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയിട്ടുള്ളതാണോ, അല്ലെങ്കിൽ എടുത്തിട്ട് എവിടെയെങ്കിലും ഒളിച്ചിരിക്കുവാണോ, അല്ലെങ്കിൽ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഒളിപ്പിച്ചിട്ടുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഏരിയക്ക് ചുറ്റുമുള്ള സ്റ്റെയറുകളും അതുപോലെ ലോഞ്ചസുകളും വെയിറ്റിംഗ് റൂമുകളും ഒക്കെ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, the next one, question anyone carrying a large duffel bag, packages and trying to conceal an object under their clothing in the event that someone is observed that fits into the above category, call security and do not lose sight of that person. അതായത് സംശയാസ്പദമായിട്ട് ആരെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഇതുവരെ കാണാത്ത വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തരികിടാന്ന് തോന്നില്ലേ നമുക്ക്. അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഒരു വ്യക്തിയിൽ നമ്മൾക്ക് തോന്നിക്കഴിഞ്ഞാല് ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ കൈവശം വലിയ തരത്തിലുള്ള ബാഗുകളോ മറ്റോ ഉണ്ടെങ്കിൽ, കുഞ്ഞാണ് അല്ലെ, കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യാം, ബാഗിൽ വെച്ച് കൊണ്ടുപോവാം. ഡഫൽ എന്ന് പറയുന്നത്
എന്താണ് ബിഗ് ആണ് കേട്ടോ, ബിഗ് ബാഗ് ആണ് ഡഫൽ ബാഗ് എന്ന് പറയുന്നത്. അപ്പൊ വലിയ രീതിയിലുള്ള ബാഗുകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള പാക്കറ്റുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുവാണെങ്കിൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ചിലവര് ഡ്രസ് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ ഉടനെ എന്നുള്ള കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ തീരെ കുഞ്ഞിതാണ് അല്ലെ, സൈസ് ഭയങ്കരമായിട്ട് കുറവായിരിക്കും. അപ്പൊ വേണമെങ്കിൽ അവരെ ഡ്രസ്സിന്റെ അടിയിലൊക്കെ ഒളിപ്പിക്കാം, ക്ലോത്തിന്റെ അണ്ടറിലൊക്കെ എന്ത് ചെയ്യാം, ഒളിപ്പിച്ച് കൊണ്ടുപോകാം. അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടില്ലേ? ഉണ്ടോ? നടന്നിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പൊ ഡ്രസ്സിന്റെ അടിയിലൊക്കെ നമ്മുടെ ക്ലോത്തിന്റെ അണ്ടറിലേക്ക് കുഞ്ഞുങ്ങളെ ഒളിപ്പിച്ച് കൊണ്ടുപോകാം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ സംശയാസ്പദമായിട്ട് ആളുകളെ കാണുകയും അവരുടെ കയ്യിൽ വലിയ ബാഗുകളോ അല്ലെങ്കിൽ അവരുടെ ഡ്രസ്സിന്റെ സൈഡിൽ എന്തെങ്കിലും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഉടനെ തന്നെ ചെക്ക് ചെയ്യുകയും സെക്യൂരിറ്റി ഓഫീസിനെ അറിയിക്കുകയും വേണം. അതുപോലെ തന്നെ നമ്മൾ ആരെയാണോ സംശയിക്കുന്നത് ആ വ്യക്തി നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മായാനായിട്ട് പാടില്ല. ഓക്കെ, നമ്മളെപ്പോഴും വാച്ച് ചെയ്യണം. നമ്മളിപ്പോ ഒരാളെ, നിങ്ങളിപ്പോ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവിടെ നിന്ന് മിസ്സായെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങളുടെ കണ്ണില് അയാള് നിങ്ങൾക്ക് സംശയം ഉണ്ടെന്ന് വിചാരിക്കുക. ഇതുപോലെ വലിയ ബാഗ് ഉണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ തന്നെ ഡ്രസ്സ്, അവരുടെ ശരീരം ഭയങ്കരമായിട്ട് വലുതായിരിക്കും, അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗം ഭയങ്കരമായിട്ട് ബിഗ് ആയിരിക്കും എന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അയാളെ സംശയം തോന്നും. അപ്പൊ നിങ്ങളുടെ കൺമുന്നിൽ നിന്ന് ആ വ്യക്തിയെ പോകാനായിട്ട് അനുവദിക്കാനായിട്ട് പാടുള്ളതല്ല. ഉടനെ തന്നെ സെക്യൂരിറ്റി ഓഫീസറെ വിവരം അറിയിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. ഇനി നെക്സ്റ്റ് കോളാണ് ട്ടോ പറയുന്നത്. If that suspected person attempts to leave the building prior to the arrival of security officers, though attempt to stall the person in any way possible, if the person does get into a vehicle, get a good description of the vehicle and the vehicle number and notify security. ഇനി അഥവാ നമ്മൾക്ക് ഒരാളെ സംശയം തോന്നുന്നു വിചാരിക്കുക. സംശയം തോന്നിക്കഴിഞ്ഞിട്ട് നമ്മൾ സെക്യൂരിറ്റി ഓഫീസറിനെ അറിയിക്കുമല്ലോ. ഈ സെക്യൂരിറ്റി ഓഫീസർ വരുന്നതിന് മുമ്പായിട്ട് നമ്മൾ സംശയിക്കുന്ന വ്യക്തി ആ ബിൽഡിംഗ് വിട്ട് പുറത്ത് കടന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ബിൽഡിംഗ് നമ്മുടെ കൺമുന്നിൽ നിന്ന് ചിലപ്പോൾ ഓടി രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ, പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ, ചിലപ്പോ ഏതെങ്കിലും വണ്ടിയിൽ കയറിയായിരിക്കും അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുക അല്ലെ. അപ്പോ ഉടനെ തന്നെ അദ്ദേഹം പോയിട്ടുള്ള വെഹിക്കിളിന്റെ ഡിസ്ക്രിപ്ഷൻ, ഏത് വണ്ടിയിലാണ് അദ്ദേഹം പോയിട്ടുള്ളത്, ആ വ്യക്തി ഏത് വണ്ടിയിലാണ് പോയിട്ടുള്ളത്, ആ വണ്ടിയുടെ നമ്പർ എത്രയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉടനെ തന്നെ സെക്യൂരിറ്റി ഓഫീസറെ അറിയിക്കേണ്ടതാണ്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ കോഡ് പിങ്ക് എന്ന് പറയുന്നത്, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കോഡ് പിങ്ക് എന്ന് പറയുന്നത്. പീഡിയാട്രിക്സുമായി ബന്ധപ്പെട്ടതാണ്, ഇൻഫാന്റ് ചൈൽഡ് ഒക്കെയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ഈ കോഡ് പിങ്ക് ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഉടനെ തന്നെ, അതായത് കുഞ്ഞു മിസ്സായി എന്ന് അറിയുന്ന ആ സമയത്ത് തന്നെ സെക്യൂരിറ്റി സൂപ്പർവൈസറിനെ അറിയിക്കേണ്ടതാണ്. സംശയാസ്പദമായിട്ട് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവരെ പരിശോധിച്ചിട്ട് മാത്രമേ വിടാവൂ. അതുപോലെ തന്നെ നമ്മൾക്ക് സംശയം തോന്നിക്കഴിഞ്ഞ ആളുകള് നമ്മുടെ കൺമുന്നിൽ നിന്ന് മായാതെ നോക്കണം. ഓക്കെ, വലിയ രീതിയിലുള്ള ബാഗുകളോ പാക്കറ്റുകളോ ഒക്കെ കാണുവാണെങ്കിൽ അവരെ നമ്മുടെ കണ്ണിന്റെ മുന്നിൽ നിന്ന് മായാനായിട്ട് അനുവദിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ കോഡ് ഓറഞ്ച് ആണ് കേട്ടോ. കോഡ് ഓറഞ്ച് ജസ്റ്റ് ഒന്ന് നിങ്ങൾ റീഡ് ചെയ്തേ. കോഡ് ഓറഞ്ച്
ഓക്കെ, തിരിച്ചു വരാം കേട്ടോ. Okay, next one code orange ആണ് കേട്ടോ. Code orange. Okay. Hazardous material spill such as chemical spill, mercury spill, gas leak, hazardous drugs spill, etc. Hazardous material spill requires immediate attention to prevent contamination of the environment. Okay. Code orange എന്ന് പറയുന്നത് രാസവസ്തുക്കളുടെ ചോർച്ച ഉണ്ടാകുന്ന സമയത്ത്, അതുപോലെ മെർക്കുറിയുടെ ചോർച്ച, then വാതകങ്ങള്, ഗ്യാസ് ലീക്ക്, പിന്നെ അപകടകരമായിട്ടുള്ള മരുന്നുകള്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോർന്നു കഴിഞ്ഞാൽ, അതായത് രാസവസ്തുക്കള്, ഡേഞ്ചറസ് ആയിട്ടുള്ള മെഡിസിൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചോർന്നു കഴിയുമ്പോൾ അത് മനുഷ്യനും അതുപോലെ തന്നെ നമ്മുടെ എൻവയൺമെന്റിനും ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള ലീക്കേജുകൾ ഉണ്ടാകുന്ന സമയത്ത് ഉപയോഗിക്കുന്ന കോഡാണ് എന്ത്? കോഡ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ലീക്കേജ് ഉണ്ടാകുന്ന സമയത്താണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഗ്യാസ് ലീക്ക്, ഹസാർഡസ് മെറ്റീരിയൽ സ്പില്ല്, കെമിക്കൽ സ്പില്ല് ഉണ്ടാകുന്ന സമയത്താണ് എന്ത് ആക്ടിവേറ്റ് ചെയ്യുന്നത്? എന്താണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? കോഡ് ഓറഞ്ച്. ഓക്കെ, then next column, if the spill is in your work area, remove the people, patients from the area immediately. Call the operator to initiate the code orange. അപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്താണ് ഇങ്ങനെ ഒരു ലീക്കേജ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഉടനെ തന്നെ ആ ഏരിയയിൽ നിന്ന് ആളുകളെ മാറ്റുക. അതുപോലെ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഓപ്പറേറ്ററെ വിവരം അറിയിക്കുകയും, ഏത് ഓപ്പറേറ്ററെ? ടെലിഫോൺ ഓപ്പറേറ്ററെ വിവരം അറിയിക്കുകയും കോഡ് ഓറഞ്ച് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും പറയുക. ഓക്കെ, അപ്പൊ ലീക്കേജ് ഉണ്ടാകുന്ന സമയം നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ, നിങ്ങളിപ്പോ അവിടെ സ്റ്റാഫായിട്ട് വർക്കിംഗ് ആണ്, അവിടെ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ എന്ത് ചെയ്യണം? അവിടെയുള്ള ആളുകളെ പെട്ടെന്ന് തന്നെ മാറ്റണം. അതുപോലെ തന്നെ ഓപ്പറേറ്ററെ വിവരം അറിയിച്ചിട്ട് കോഡ് ഓറഞ്ച് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയേണ്ടതാണ്. The next one, alert others in the area, confine the spill if possible to do it safely, cordon off the area and post warning signs. Do not attempt to clean up any spill without appropriate PPE. Use an appropriate spill kit. After cleanup, dispose of all PPE and spill material as hazardous waste. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട്, ഈ ഒരു ഉണ്ടാകുന്ന, അതായത് ഈ ഒരു ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കണം. അതുപോലെ തന്നെ ആ ഒരു പ്രദേശം അല്ലെങ്കിൽ ആ ഒരു ഏരിയയില് ആളുകള് വരാനും അതുപോലെ തന്നെ അവരെ പ്രവേശിപ്പിക്കാനുമുള്ള കാര്യം ചെയ്യരുത്. റെസ്ട്രിക്റ്റഡ് ഏരിയ ആക്കി മാറ്റണം. ദാറ്റ് ഈസ് കോർഡൻ കേട്ടോ. റെസ്ട്രിക്റ്റഡ് ഏരിയ, അതായത് ലീക്കേജ് ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് പുറത്തു നിന്നുള്ള ആളുകളെ അകത്തേക്ക് അനുവദിക്കരുത്. അതുപോലെ തന്നെ അവിടെ പലതരത്തിലുള്ള സൈൻ ബോർഡുകൾ സ്ഥാപിക്കണം. സൈൻ ബോർഡ് കണ്ടിട്ടില്ലേ നിങ്ങള്? റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെങ്കിൽ ക്രോസ് ചിഹ്നമൊക്കെ ഉപയോഗിച്ചിട്ട് അവിടെ സൈൻ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ടാവും അല്ലെ? ആ സൈൻ ബോർഡുകൾ, അതായത് അപകടം എന്നുള്ളതിന്റെ സൈൻ ബോർഡുകൾ അവിടെ സ്ഥാപിച്ചിരിക്കണം. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള, അതായത് ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ ഒരിക്കലും PPE കിറ്റ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ക്ലീൻ ചെയ്യാനായിട്ട് പോകരുത് കേട്ടോ. എന്താണ് PPEയുടെ ഫുൾ ഫോം? എന്താ PPE? PPE എന്താ? പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ് അല്ലെ? ലീക്കേജ് ഉണ്ടാകുന്ന സമയത്ത് ഒരു കാരണവശാലും PPEയുടെ പ്രൊട്ടക്ഷൻ ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യരുത്? അത് ക്ലീൻ ആക്കാനായിട്ട് നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ സ്പിൽ കിറ്റുകൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ക്ലീനിങ്ങിന് ശേഷം നമ്മൾ ഉപയോഗിച്ച PPE അതുപോലെ സ്പില്ലിന്റെ മെറ്റീരിയൽസ് ഒക്കെ എന്ത് ചെയ്യുക? വേസ്റ്റ് ബിന്നിൽ ഇടുക. അത് വീണ്ടും നമ്മൾ ഉപയോഗിക്കാനായിട്ട് പാടുള്ളതല്ല. കാരണം അതിൽ നിന്ന് കെമിക്കൽസ് നമ്മുടെ ആ ഒരു നമ്മൾ ധരിച്ചിരിക്കുന്ന കിറ്റിലോട്ടും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസിലോട്ടൊക്കെ സ്പ്രെഡ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പൊ അത് വേസ്റ്റ് ബിന്നിൽ ഇടുക, അല്ലെങ്കിൽ അത് വേസ്റ്റിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ് പിന്നീട് ചെയ്യേണ്ടത്.
The next column, account for all people in the area during the cleanup procedure. If the skin is contaminated, wash the area with soap and water for at least 5 minutes or shower thoroughly. Notify ICN, nursing supervisor, CMO if an accidental exposure occurs. Seek medical help immediately. അതുപോലെ തന്നെ ഈ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ചിലപ്പോ നമ്മുടെ സ്കിന്നിലൊക്കെ ചിലപ്പോ കെമിക്കൽസ് സ്പ്രെഡ് ആവാം, നമ്മുടെ മുഖത്തേക്കോ അല്ലെങ്കിൽ അതായത് നമ്മുടെ ഈ ഫേസിന്റെ ഭാഗത്തേക്കോ നമ്മുടെ കൈയുടെ ഭാഗത്തേക്കോ ഒക്കെ ചിലപ്പോ ഈ കെമിക്കൽസ് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ അത് സോപ്പും വെള്ളവും ഉപയോഗിച്ച് 5 മിനിറ്റെങ്കിലും പ്രോപ്പർ ആയിട്ട് വാഷ് ചെയ്തിരിക്കണം. അത് വാഷ് ചെയ്ത് കളഞ്ഞിരിക്കണം. ഇനി നമ്മുടെ കണ്ണിലേക്കൊക്കെ ആവുകയാണെങ്കിൽ ഓക്കെ, അതൊക്കെ കുറച്ചും കൂടി ഡേഞ്ചർ ആണ് അല്ലെ. കണ്ണിലേക്കൊക്കെ തെറിക്കുവാണെങ്കിൽ, ലീക്കേജ് കണ്ണിലേക്കൊക്കെ തെറിക്കുവാണെങ്കിൽ ഉടനെ തന്നെ ചീഫ് മെഡിക്കൽ ഓഫീസറെയും അതുപോലെ തന്നെ നഴ്സിംഗ് സൂപ്പർവൈസറെയും വിവരം അറിയിച്ചിട്ട് മെഡിക്കൽ ഹെൽപ്പ് എത്രയും പെട്ടെന്ന് തേടേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ ആയിട്ട് PPE കിറ്റ് ധരിച്ചിരിക്കണം, സ്കിൽ കിറ്റുകൾ ധരിച്ചിരിക്കണം. ഇനി അഥവാ ധരിച്ചിരിക്കുന്ന സമയത്ത് പോലും ചിലപ്പോൾ നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ കണ്ണിലോ ഒക്കെ ഇത് വരുവാണെങ്കിൽ അത് ഡേഞ്ചറസ് ആണ്. നമ്മുടെ സ്കിന്നിലാണ് ആകുന്നതെങ്കിൽ 5 മിനിറ്റ് എടുത്തിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകിക്കളയുക. ആവശ്യമെങ്കിൽ മെഡിക്കൽ ഹെൽപ്പ് തേടുക. ഇനി നമ്മുടെ കണ്ണ് പോലുള്ള അല്ലെങ്കിൽ കണ്ണ് അങ്ങനെയുള്ള ഇതിലോട്ടാണ് ഈ ഒരു ലീക്കേജ് തെറിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ CMO വിവരം അറിയിക്കുക, അല്ലെങ്കിൽ അവിടെയുള്ള നഴ്സിംഗ് സൂപ്പർവൈസറെ വിവരം അറിയിച്ചിട്ട് എത്രയും പെട്ടെന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് കോഡ് ഓറഞ്ച് കേട്ടോ. അടുത്തത് കോഡ് ബ്ലൂ ആണ്. കോഡ് ബ്ലൂ നമുക്കറിയാം, കാർഡിയാക് റെസ്പിറേറ്ററി അറസ്റ്റ്. കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത്, അതായത് കാർഡിയാക് അറസ്റ്റുമായിട്ട് ഒരു രോഗിയെ കൊണ്ടുവരുവാണെങ്കിൽ ഉടനെ തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു കോഡാണത് കോഡ് ബ്ലൂ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമുക്ക് നോക്കാം. റിപ്പോർട്ട് ബൈ ഡയലിംഗ് എമർജൻസി ഓപ്പറേറ്റർ നമ്പർ 6664. ബിഗിൻ CPR ACLS protocol. Remove visitors from the area. Okay. അപ്പോ ഈ കാർഡിയാക് അറസ്റ്റ് സംഭവിക്കുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യന്റിന് കാർഡിയാക് അറസ്റ്റ് വരുന്ന സമയത്ത്, അങ്ങനെ കൊണ്ടുവരുന്ന ഒരു സമയത്ത് എത്രയും പെട്ടെന്ന് ആ ഒരു കോഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കോഡ് ബ്ലൂ ആക്ടിവേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ടെലിഫോൺ ഓപ്പറേറ്ററെ വിവരം അറിയിക്കുക. അവരുടെ നമ്പറാണ് 6664 എന്നുള്ളത്. അതുപോലെ തന്നെ ആ പേഷ്യന്റിന് പെട്ടെന്ന് തന്നെ CPR കൊടുക്കാനായിട്ട് ആരംഭിക്കുക. പിന്നെ ACLSന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് അഡ്വാൻസ്ഡ് എന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അറിയാം അല്ലെ, അഡ്വാൻസ്ഡ് കാർഡിയാക് ലൈഫ് സപ്പോർട്ട് ആണ്. ആ പ്രോട്ടോകോൾ അനുസരിച്ചിട്ട് വേണം ആ പേഷ്യന്റിനെ നമ്മൾ നോക്കാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെ വിസിറ്റേഴ്സ് ധാരാളമായിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകൾ ധാരാളമായിട്ട് കൂടിയിരിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് ആളുകളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യേണ്ടതാണ്. കാരണം പേഷ്യന്റിന് ബ്രീത്ത് ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ നമ്മൾ ഒരുക്കി കൊടുക്കേണ്ടതാണ് അല്ലെ. അപ്പൊ അതിനുള്ള അവസരം ഒരുക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫോളോ കോഡ് ബ്ലൂ പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, സെന്റ് ഫ്ലബോട്ടമി ആൻഡ് ECG സർവീസ്. അതുപോലെ തന്നെ കോഡ് ബ്ലൂ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ഫ്ലബോട്ടമി, അതായത് ചിലപ്പോ ഈ ഒരു വ്യക്തിയുടെ ബ്ലഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബ്ലഡ് സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ ചിലപ്പോ ഫ്ലബോട്ടമിസ്റ്റിന്റെ ആവശ്യം ചിലപ്പോ വരാം. അതുപോലെ തന്നെ ഹാർട്ടിന്റെ വേരിയേഷനും മറ്റുമൊക്കെ നോക്കാനായിട്ട് ECG സർവീസ് ആവശ്യമായിട്ട് വരാം. ഓക്കെ, next one, resume normal operation. Only designated team members will respond to the CPR area. ഈ കാർഡിയാക് അറസ്റ്റ് സംഭവിച്ച ഒരു രോഗിയുടെ ചുറ്റിന് അവിടെ അതായത് പറഞ്ഞിട്ടുള്ള, അതായത് അവിടെ നിയോഗിച്ചിട്ടുള്ള ആളുകൾ മാത്രമാണ് ഉണ്ടാവുക. പുറത്തുനിന്നുള്ള ആളുകൾ അധികമായിട്ട് അവിടെ അലർട്ട് ചെയ്യുന്നതല്ല. Is it clear? ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക്? ഇല്ല.
ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മിസ് ഇത് എക്സാമിന് എങ്ങനെയായിരിക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ? അത് കോഡുകളാണ് മോളെ ചോദിക്കുക, പലതരത്തിലുള്ള കോഡുകൾ ചോദിക്കും. പിന്നെ നമ്പറുകളും മറ്റുമൊക്കെ കൊടുത്തിട്ടില്ലേ? ഇപ്പൊ W664, പിന്നെ ACLSന്റെ ഫുൾ ഫോം എന്താണ്, CPRന്റെ ഫുൾ ഫോം എന്താണ്, PPE's ഫുൾ ഫോം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയായിരിക്കും എക്സാമിന് ചോദിക്കുന്നത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഇനി അടുത്തത് കൂടി നമുക്കൊന്ന് നോക്കാം അല്ലെ. കോഡ് യെല്ലോ ആണ് കേട്ടോ. കോഡ് യെല്ലോ എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ, അതായത് ഭയങ്കരമായിട്ടുള്ള ദുരന്തങ്ങൾ പുറത്ത്, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് ഉരുൾപൊട്ടൽ ഉണ്ടാവുക, അതുപോലെ തന്നെ വെള്ളപ്പൊക്കം ഉണ്ടാവുക, അങ്ങനെയുള്ള എന്താ പറയാ ഭയങ്കരമായിട്ട് സുനാമി വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കൂടുതലായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലൊരു ആക്സിഡന്റ് സംഭവിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എക്സ്റ്റേണൽ ഡിസാസ്റ്റർ എന്ന് പറയുന്നത്. ആ എക്സ്റ്റേണൽ ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് എന്തൊക്കെയാണ്, അതായത് ആ കോഡ് യെല്ലോ ആണ് അവിടെ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോഡ് യെല്ലോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. An external disaster has occurred. The hospital will be receiving patients in excess normal. ഈ കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് പതിവിലും കൂടുതലായിട്ട്, നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ റിസീവ് ചെയ്യും. കാരണം ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഒന്നോ രണ്ടോ ആളുകൾക്കായിരിക്കില്ല ആ ഒരു കാര്യം ബാധകമാണ് അല്ലെ, കുറെ പേര് എന്ത് ചെയ്യും, ഈ ഒരു ദുരന്തം അഫക്ട് ചെയ്യും. അപ്പോ അതിനനുസരിച്ച് ആശുപത്രിയിൽ വരുന്നവരുടെ എണ്ണം കൂടും. അങ്ങനെ മാസ് കാഷ്വാലിറ്റി ഇൻസിഡൻസ് ഒക്കെ നടക്കുന്ന സമയത്താണ് കോഡ് യെല്ലോ ആക്ടിവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഇതിന്റെ ബാക്കി ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. അത് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, കുറച്ച് കൂടുതലുണ്ട് പറയാനായിട്ട്, പിന്നെ പറയാം. ഇവിടെ എല്ലാം തുടങ്ങി വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ എടുത്ത ആ ചാർട്ട് ഇല്ലേ, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, അതൊന്ന് നോക്കി വെക്കണേ. ഇത് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഹോസ്പിറ്റലിൽ ജോലി കിട്ടുമ്പോൾ ഒരു പേഷ്യന്റ് വരുമ്പോൾ, ക്രിട്ടിക്കൽ ആയിട്ട് ഒരു പേഷ്യന്റ് വരുമ്പോൾ അവരെ ട്രയൽ ചെയ്യുന്നത്, അതായത് കുറച്ച് രോഗികൾ കൂടുതലായിട്ട് വരുന്ന സമയത്ത് അവരെ സോർട്ട് ചെയ്യുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് അത്. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് അവരെ സഹായിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും, ചിലപ്പോൾ ഹെൽപ്പിംഗ് സ്റ്റാഫായിട്ട് നമ്മൾ അവിടെ ചെന്ന് നിൽക്കേണ്ട ആവശ്യം വരും. അപ്പൊ ഡോക്ടേഴ്സും നേഴ്സുമാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ കൂടിയും നിങ്ങളുടെ സഹായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ചാർട്ട് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, അതുപോലെ തന്നെ കോഡ് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ കാര്യങ്ങളും ഇന്നലെ ഞാൻ എടുത്ത് തുടങ്ങി ഇന്ന് പറയുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മസ്റ്റ് സ്റ്റഡി ആണ്, എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ മിസ്, താങ്ക് യു. താങ്ക് യു. താങ്ക് യു മിസ്. താങ്ക് യു.